സോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ എന്താ പരിപാടി ഒരു മാസ പരിപാടിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എത്ര ഷോട്ട് വേണമെങ്കിലും അടിക്കാം. ഓരോ ഗോളിനും 5 പോയിന്റ് വീതമാണ്. അങ്ങനെ 100 പോയിന്റ് എത്തിയാൽ ജയിക്കും. അതേപോലെ തന്നെ ഗോൾ കീപ്പർ ഓരോന്ന് സേവ് ചെയ്യുന്നതിന് ഗോൾ കീപ്പറിന് 5 പോയിന്റാണ്. കിടന്ന് സേവ് ചെയ്യുവാണെങ്കിൽ 6 പോയിന്റ്. 100 പോയിന്റ് ആദ്യം കിട്ടുന്നയാൾ ജയിക്കും. കീപ്പർ സേവ് ചെയ്ത് തൊട്ടടുത്തെങ്ങാനും ഇടുവാണെങ്കിൽ നമുക്ക് അടുത്ത് പോയി ഗോൾ അടിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റെപ്പിന്റെ പുറകെ നിന്ന് അടിച്ച് ഗോൾ അടിക്കുവാണെങ്കിൽ 10 പോയിന്റ്. കീപ്പർ സേവ് ചെയ്യണമെങ്കിൽ കീപ്പറിന് 10 പോയിന്റ്. ആടാ മോനെ. ആരാ അല്ല മീനെ ഹായ് ബ്രോ. റീബൗണ്ട് വന്ന് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആയത്തിലൂടെ ഞാൻ അടിക്കാൻ പോവാ. പറ്റിച്ച് അങ്ങനെ ആയത്തെ ഷോട്ട് ഗോളായതിനു ശേഷം ഇത് സംഭവിച്ചു. അങ്ങനെ ഫുൾ ഫോമിൽ പോകുമ്പോഴാണ് എന്റെ ഒരു ഷോട്ട്. എന്ത് സംഭവിച്ചു? ആ 3 ഷോട്ട് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി അഭിജിത്തിന് ഒരെണ്ണം പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഇനി അവൻ എന്ത് ചെയ്യും ഗൈസ്? അങ്ങനെ അഭിജിത്തിന് അവന്റെ ആദ്യത്തെ 5 പോയിന്റ് കിട്ടി. അപ്പോൾ ഗെയിം ഓൺ. അഭിജിത്ത് നിനക്ക് 5 പോയിന്റ് ആണ്. ബോറടിച്ചു, സ്പീഡാക്കാം. സോറി, അവന് പോയിന്റ് കിട്ടി. പക്ഷെ അവൻ അടിച്ചിട്ട ബോൾ പിടിക്കാൻ വേണ്ടി ഞാൻ ഓടി. പിന്നെ സംഭവിച്ചത് ചരിത്രം ചിലപ്പം. ഒരു വോളി അടിച്ച് ഗോൾ ആയതിന്റെ കോൺഫിഡൻസിൽ ഞാൻ അടുത്തത് വോളി അടിക്കാന്നോർത്ത് വോളി അടിച്ചപ്പോൾ സംഭവിച്ചത് ബൈ ദ വേ ഒരു കുഴപ്പമില്ലാത്ത ഗോളായിരുന്നു തോന്നുന്നു. അങ്ങനെ ടോമിന് മാസം വരെയൊക്കെ ഷോട്ട് അടിച്ചു. എന്റെ മോനെ ഗോ അല്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സീരിയസ് കാര്യം പറയാനുണ്ടായിരുന്നു. കിരീടം എന്തിനു രാജ. Oh my god. അങ്ങനെ അവിടെ മറ്റൊരു നല്ല ഗോളും കൂടെ പിറന്ന്. പുറകോട്ട് നോക്കിയ ടോമൻ അവിടെ ചെയ്ത്. Oh my god. ബൈ ദ വേ അത് സേവും അല്ല ഗോളും അല്ല. അപ്പൊ 2 പേർക്കും പോയിന്റ് ഇല്ല. ഇപ്പൊ ചത്തേനെ. Oh my god. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അഭിയത് ഞങ്ങളെ കാലം മുമ്പിൽ പോയി. അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അഭിയത്ത് ഒരു മിസ്റ്റേക്ക് കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ വീണ്ടും ഒരു മിസ്റ്റേക്ക് കാണിച്ചു. അവൻ ഇടിഞ്ഞ ബോൾ ലൈൻ കഴിയുന്നതിന് മുമ്പേ അടിച്ചെടുത്തോണ്ട് ഞങ്ങൾക്ക് ഇനി അടുത്ത് മേടിക്കാം. The next day.
ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ അവൻ അടിച്ച് ഗോൾ അടിച്ച്. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു മൈ ബ്രദർ. അങ്ങനെ മറ്റൊരു ഗോളിലൂടെ ഞങ്ങൾ 50 പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആര് ജയിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് കമന്റ് ഇട്ടേ. പ്രൊഡിക്ഷൻ പോലെ ഹാഫ് വേ ആയി. എന്നാലും ബൈ ദ വേ അപ്പം ഇത് സേവ് ചെയ്യാൻ ട്രൈ ചെയ്തു. വെരി ഗുഡ് മച്ചാനെ. അങ്ങനെ പെട്ടെന്ന് തന്നെ അഭിജിത്ത് തന്നെ രണ്ടുപേരും ഒരേ പോയിന്റിലെത്തി. Oh my god. അങ്ങനെ അഭിജിത്ത് വീണ്ടും ഞങ്ങളുടെ മുമ്പിലെത്തി. അങ്ങനെ റീബൗണ്ടിന് വേണ്ടി പോയപ്പോഴാണ് എന്റെ മച്ചന്മാരെ ഈ മാസ്മരിക സംഭവം സംഭവിച്ചത്. നോക്ക് 3, 2, 1. Oh my god. അങ്ങനെ പിന്നെ പുറകെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പരിപാടി നടന്നത്. നേരെ വിട്ടി തുടങ്ങി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഗോൾ കയറ്റാൻ പോവാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും സമനിലയിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുമ്പിലെത്തി ഗൈസ്. Oh my god. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങനൊരു സംഭവം. അങ്ങനെ വീണ്ടും ഒരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് അടുത്ത് മേടിക്കാനുള്ള ചാൻസ് കിട്ടി. പിന്നെ അങ്ങ് തുടരെ ഗോളായിരുന്നു. അതുകൊണ്ട് ഒരു സംഭവം നമ്മളങ്ങ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങ് ദൂരെ പോയി അടിച്ച് 10 പോയിന്റ് കിട്ടുമല്ലോ എന്ന് നോക്കാമെന്ന്. പോയാൽ അവനും കിട്ടും. Oh my god. എല്ലാം പോയെന്ന് ഓർത്തപ്പോഴാണ് ടോം റീബൗണ്ട് എന്ന് പറഞ്ഞ് അലറിയത്. ടോം കരയുന്നു. അടുത്തോളം എനിക്ക് അടിക്കാതെ.